ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന ഒരു സെഗ്മെന്റാണ് മിഡ് സൈസ് SUV സെഗ്മെന്റ്. അതിന് ഒരു ചരിത്രം കുറിച്ച ഒരു സൂപ്പർ താരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഹ്യുണ്ടായി ക്രെറ്റ. ഹ്യുണ്ടായി ക്രെറ്റ 2015 ഹ്യുണ്ടായി അവരുടെ മിഡ് സൈസ് SUV ആയ ക്രെറ്റയെ അവതരിപ്പിക്കുന്നത്. അന്ന് ഫീച്ചേഴ്സ് കൊണ്ടും ലുക്ക് കൊണ്ടും ഇന്റീരിയർ സ്പേസ് കൊണ്ടും ഇന്ത്യക്കാർ ഇരു കൈ നീട്ടി സ്വീകരിച്ചൊരു മോഡലാണ് ഹ്യുണ്ടായി ക്രെറ്റ. അപ്പം ക്രെറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് നമ്മൾ കാത്തിരുന്നതാണ്. ഇപ്പോൾ 2024 അത് സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യം 2015 ഹ്യുണ്ടായി ക്രെറ്റ അവതരിപ്പിച്ച് തന്നെ അത് വളരെ പെട്ടെന്ന് സക്സസ് ആയി. പിന്നീട് 2018 അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചു. പിന്നീട് 19 ശേഷം ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ആണ് ഹ്യുണ്ടായി ക്രെറ്റയ്ക്കായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പല മാനുഫാക്ചേഴ്സും അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈറൈഡർ, സ്കോഡ കുഷാക്ക്, വോക്സ്വാഗൻ ടൈഗൂൺ, അങ്ങനെ ഒരു രക്ഷയിൽ ഈ ഒരു സെഗ്മെന്റിലാണ് ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഉള്ളത്. പക്ഷേ ഇത്രയും കോമ്പറ്റീറ്റർ ഉണ്ടായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അധികം വിൽപ്പക്കിടുന്ന ഒരു മോഡലാണ് ഹ്യുണ്ടായി ക്രെറ്റ. അപ്പോൾ ക്രെറ്റയുടെ തന്നെ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡൽ, ഫ്രണ്ടും ബാക്കും ഒക്കെ ചേഞ്ച് ആയി ധാരാളം ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ തന്നെ ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടൊരു വേരിയൻ്റ് ആണ് ഹ്യുണ്ടായി ക്രെറ്റ. വീണ്ടും ഫീച്ചേഴ്സ് കൂട്ടി ഒരു രക്ഷയില്ലാത്ത ഒരു റേഞ്ചിലോട്ട് ക്രെറ്റനെ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നുള്ള രീതിയിലാണ് ഹ്യുണ്ടായി ക്രെറ്റ ഹ്യുണ്ടായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഹ്യുണ്ടായുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് അങ്ങനെയാണ്, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഡിസൈൻ ലാംഗ്വേജ് ആണ് ഹ്യുണ്ടായി ഫോളോ ചെയ്യാറുള്ളത്. അവർ ആദ്യം മോഡലായിട്ടുള്ള സാൻഡ്രോ അവതരിപ്പിച്ചപ്പോൾ ഇത് എന്ത് ഡിസൈൻ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചു. പിന്നീട് ടോൾ ബോയ് ഡിസൈൻ ഒരു സെഗ്മെന്റ് അല്ലേ, ആ ഒരു സെഗ്മെന്റിലും വാഹനങ്ങൾ പല മാനുഫാക്ചേഴ്സും ഇറക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഹ്യുണ്ടായി എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന, ധാരാളം ഫീച്ചേഴ്സ് നൽകുന്ന ഒരു ഒന്നാന്തരം ബ്രാൻഡാണ് ഹ്യുണ്ടായി. അപ്പം കുറ്റങ്ങളൊന്നും പറയാനില്ല. നിരവധി സർവീസ് നെറ്റ്വർക്ക് ആയാലും അവരുടെ വാഹനങ്ങളുടെ നിർമ്മാണ നിലവാരമായാലും കുറഞ്ഞ സർവീസ് കോസ്റ്റ് ആയാലും എല്ലാം കൊണ്ടും ഇന്ത്യക്കാരുടെ ഹൃദയം ഇടിപ്പെന്നൊക്കെ പറയാവുന്ന ഒരു ബ്രാൻഡാണ് ഹ്യുണ്ടായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓരോരോ മാറ്റങ്ങൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഹ്യുണ്ടായി ക്രെറ്റയുടെ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സെക്കൻഡ് ജെൻ ക്രെറ്റയായിട്ട് നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് വരുന്നത്. അലോയുടെ ഡിസൈനിൽ മാത്രമേ ചെറിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളൂ. അലോ ഇതിപ്പോൾ നമ്മൾ കാണുന്ന ടോപ്പ് ആൻഡ് എക്സസ് വേരിയൻ്റാണ്, 17 ഇഞ്ച് വീലാണ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽ നമുക്ക് അവിടെ കാണാം. മിറേഴ്സിലൊന്നും ചേഞ്ച് സംഭവിച്ചിട്ടില്ല. റൂഫ് റെയിൽ കാണാം, അത്യാവശ്യം മികച്ച ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു പാനലിൽ അവർക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരായിരുന്നു ഈ ഒരു 2024 മോഡലിൽ, പക്ഷേ കമ്പനി എന്തുകൊണ്ടോ കൊണ്ടുവന്നിട്ടില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഒരു SUV സ്റ്റാൻസ് ഉള്ള സൈഡ് പ്രൊഫൈൽ തന്നെയാണ്. പിന്നെ ആകെ ഒരു മാറ്റം എന്ന് പറയാൻ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിൽ അത് വർക്ക് ചെയ്യും. അതിൻ്റെയൊക്കെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്റീരിയറിൽ പോയിട്ട് നോക്കാം. സൈഡ് പ്രൊഫൈൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ, കൂടുതൽ എടുത്തു പറയാനൊന്നുമില്ല. ഷാർപ്പിന് ആൻഡ് വരുന്നുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഹ്യുണ്ടായി ക്രെറ്റയുടെ റിയർ സൈഡ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വിളിക്കാവുന്ന ഒരു റിയർ സൈഡാണ്. ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ എനിക്ക് ഹോണ്ട എലിവേറ്റിന്റെ റിയർ സൈഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റിയർ സൈഡാണ് പുതിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ റിയർ സൈഡ്. കാരണം ഈ ഒരു വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. അതും വേരിയന്റ് വൈസ് ഒരു ചേഞ്ചും വരുത്താതെ എല്ലാ വേരിയൻസിലും കമ്പനി ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഹ്യുണ്ടായുടെ ലോഗോയും ഈ ടെയിൽ ലാമ്പിനുള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു കിടിലൻ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം അത് ഏറ്റവും പുതിയ വെർണയിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ക്രെറ്റയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. XX ഫുൾ ഓപ്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ, ഡീഫോഗർ, പിന്നെ ഈ ഒരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഇതിൻ്റെ സ്പോയിലറിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ലോഡ് ഏരിയ ആണ് വരുന്നത്. സബ് ഊഫറും കാര്യങ്ങളൊക്കെ കാണാം. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. അത് നമുക്ക് ഇന്റീരിയറിൽ പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. റിയർ സൈഡും ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ ഇന്റീരിയറാണ് നമ്മൾ കാണുന്നത്. ഒരു രക്ഷയില്ല. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിസ്റ്റിക്കിന്റെ അവസാന വാക്കെന്ന് വിളിക്കാവുന്ന ഒരു ഇന്റീരിയറാണ്. ഹ്യുണ്ടായുടെ ഇലക്ട്രിക് കാർ IONIQ 5 പ്രീമിയം 19 ലക്ഷം രൂപ വരുന്ന ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ പോലെ ആക്കി കമ്പനി ഇത് മാറ്റിയിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്നൊരു 10.5 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാണാം. അതുപോലെ തന്നെ 10.5 ഇഞ്ചുള്ള ഒരു മീറ്റർ കൺസോളും നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ ഒരു തീമായാലും ആ ഒരു ഫുള്ളി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പക്കാ ഫീച്ചറിലൂടെയായിട്ടുള്ള ഒരു വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നു. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു പക്കാ കോക്പിറ്റ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റിന്റെ സ്വിച്ചസ് കാണാം. ആ ഒരു BMW വാഹനങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗിയർ നോബ് നമുക്ക് കാണാം. 2 ബോട്ടിൽ ഹോൾഡേഴ്സ്, വയർലെസ് ചാർജിങ്, ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള കൂൾഡ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള കിട്ടില്ല ഒരു സീറ്റ്, അത് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. സ്റ്റിയറിംഗ് നമ്മൾ നോക്കുവാണെങ്കിലും നല്ല ഒരു രസമുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ പാഡിൽ ഷിഫ്റ്റും നമുക്ക് കാണാം. ടിൽ ആൻഡ് ടെലസ്കോപ്പിംഗ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ വേരിയൻസിലും ഉണ്ട്. ബേസ് മോഡിലോട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാ വേരിയൻസിലും കമ്പനി ആ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, അത് ഓട്ടോമാറ്റിക് വേരിയൻസിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്. പിന്നീട് നമ്മൾ ഡോർ പാൻഡ് അടിച്ച് നോക്കാൻ നേരത്തും ബോസിന്റെ ഒരു 10 സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നാണ് പറയേണ്ടത്.
ഡോർ പാഡും ഒക്കെ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാം. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയാലും ആ ഒരു മൊത്തത്തിലുള്ള ഒരു പ്ലസന്റ് ഇന്റീരിയർ ആയാലും, പിന്നെ ഏറ്റവും ഇന്റീരിയർ പ്ലസന്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പാനോരാമിക് സൺറൂഫ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ ഹ്യുണ്ടൈ ക്രെറ്റയാണ് ആദ്യമായിട്ട് ഈ പാനോരാമിക് സൺറൂഫ് അവതരിപ്പിച്ചത്. ഇപ്പോൾ ധാരാളം വാഹനങ്ങൾക്കുണ്ടെങ്കിലും അന്ന് ഹ്യുണ്ടൈ ക്രെറ്റയൊക്കെ വേണം ഇതിന് തുടക്കം കുറിക്കാനായിട്ട്. ക്രെറ്റയിൽ മറ്റൊരു ഫീച്ചർ 360 ഡിഗ്രി ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 360 വ്യൂ കാണാം. അതിൻ്റെ ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ iPhone 14 Proയ്ക്ക് പോലും ഒരു അതിശക്തി പറഞ്ഞതാണ്, അത്രയും ക്ലാരിറ്റിയാണ്. കാരണം ആ ഒരു വാഹനത്തിൻ്റെ ആനിമേഷനൊക്കെ പക്കയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കി, നമ്മൾ ഒരു വെള്ള ഹ്യുണ്ടൈ ക്രെറ്റയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ട് ഓടിക്കും. ആ ഒരു പാരൽ ലൈനിങ് ആയാലും ഒക്കെ പക്ക പ്രാക്ടിക്കലായിട്ടാണ് കമ്പനി അതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. ഇതൊക്കെ നമുക്ക് പാർക്കിങ്ങിനായാലും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതും ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് പാർക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് മാനുവർ ചെയ്ത് കൊണ്ടുപോയി. അതൊക്കെ ലേഡീസിനൊക്കെ അങ്ങേയറ്റം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതും ഞാൻ വേറെ വിട്ടുപോയൊരു കാര്യമാണ്, ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ AC വിമാനത്തിന് വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടൈ ക്രെറ്റ. അല്ല, ഇതിന്റെ അത്രയൊക്കെയാണ് ഇതിന്റെ ഫ്രണ്ട് സീറ്റിൽ നമുക്ക് പറയാനുള്ള. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്, നല്ല വിഡ്ത്തും ലെങ്തും ഒക്കെ വരുന്നൊരു വാഹനമാണ് ഹ്യുണ്ടൈ ക്രെറ്റ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹ്യുണ്ടൈ ക്രെറ്റയുടെ റിയർ സൈഡിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു SUV നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം മിഡ് സൈസ് SUV എങ്കിലും എടുക്കണം. കാരണം ഹ്യുണ്ടൈ ക്രെറ്റ, കിയ സെൽട്ടോസ് തുടങ്ങിയ വാഹനങ്ങളുടെയൊക്കെ ഇന്റീരിയർ കയറിക്കും നമുക്കൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രത്തോളം ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്, നല്ല തൈ സപ്പോർട്ടുണ്ട്, 3 പേർക്ക് സുഖമായിട്ട് നെഞ്ചും പിരിച്ചിരിക്കാവുന്ന ഒരു ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വേണമെങ്കിൽ കൊടുക്കരുത്. പക്ഷേ കമ്പനി 2 കൊടുത്തിട്ടുള്ളൂ. അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. റിയർ AC വെന്റ്, ചാർജിങ് സോക്കറ്റ്സ്, ഫ്ലാറ്റ് ആയിട്ടുള്ള സെൻട്രൽ ടണലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സുഖപ്രദമായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് റിയർ സൈഡിൽ ലഭിക്കുന്നത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ, അതും വിൻഡോ ലൈനൊക്കെ തീരെ താന്നു പോകുന്നതുകൊണ്ട് തന്നെ, അത്യാവശ്യം താന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ സൺ ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും കിട്ടുന്ന ഒരു ഫീച്ചർ. MVD പേടിക്കാതെ നമുക്ക് സൂര്യഭഗവാന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഫംഗ്ഷനൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. ഇപ്പോൾ ഹ്യുണ്ടൈ ക്രെറ്റ 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ്റെ ഡ്രൈവാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു ഓട്ടോമാറ്റിക് വേർഷനാണ്. 8 സ്പീഡ് IVT ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ വരുന്നത്. ഹ്യുണ്ടൈ IVT എന്ന് വിളിക്കുന്ന CVT ടെക്നോളജിയാണ് ബേസിക്കലി ഈ വാഹനത്തിനുള്ളിലിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഹ്യുണ്ടൈ ക്രെറ്റയുടെ ഏറ്റവും പുതിയൊരു എഞ്ചിനുണ്ട്, 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്ന എഞ്ചിൻ. നിങ്ങൾ പെർഫോമൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേരിയന്റിലോട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് മതി, സിറ്റിയിലൊക്കെ ക്രൂസ് ചെയ്ത് പോകാനായാലും അത്യാവശ്യം ലോങ് റൈഡ് പോകാനാണെങ്കിലും എല്ലാം പറ്റിയൊരു എഞ്ചിനാണ് ഈ ഒരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ. ഏകദേശം 116 PS പവറും ഒരു 143 Nm ടോർക്കുമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും പാഡിൽ ഷിഫ്റ്റൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള പാഡിൽ ഷിഫ്റ്റാണ്. ഈസി ആയിട്ട് ഓവർടേക്ക്, നമുക്ക് ആ ഒരു ഇനിഷ്യൽ ലാഗോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ടെർബോ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ. അതിൻ്റെ ടോർക്ക് ഹൈലി ടോർക്ക് എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനായാലും ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ ടെർബോ എഞ്ചിൻ. അതായിരിക്കും പെർഫോമൻസ് പറയുന്നത്. പിന്നെ നമുക്ക് അറിയാമല്ല 7 സ്പീഡ് DCT ഗിയർ ബോക്സ് എത്രത്തോളം പെർഫോമൻസ് ഉള്ളതായിരിക്കും. നമ്മുടെ ഹ്യുണ്ടൈ വെർണയുടെ തന്നെ ഒരു ഡ്രൈവ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്ന അതിൻ്റെ ഒരു പെർഫോമൻസ് വേറെ ലെവലാണ്. അത്രത്തോളം ഒന്നും ഈ എഞ്ചിൻ വരത്തില്ലെങ്കിലും അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ ഒരു പാഡിൽ ഷിഫ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്പോർട്ടി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. 3 ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്, എക്കോ, നോർമൽ, സ്പോർട്സ്. അപ്പോൾ സ്പോർട്സിലിട്ട് ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം വാഹനത്തിൻ്റെ ആ ഒരു RPM അടിച്ച് കയറി പെട്ടെന്ന് തന്നെ ട്രാൻസ്മിഷൻ ഒന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു CVTയുടെ ലാഗില്ല. സാധാരണ CVT ഗിയർ ബോക്സ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഹ്യുണ്ടൈ IVT എന്ന് വിളിക്കുന്ന ടെക്നോളജിയാണ്. തീർച്ചയായിട്ടും മറ്റു മാനുഫാക്ചേഴ്സിനെ CVT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണെന്നാണ് പറയേണ്ടത്. അതും 8 സ്പീഡാണ് വരുന്നത്. ഈ ഒരു തരത്തിലുള്ള പെർഫോമൻസ് വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗും ഒക്കെ പണ്ടത്തെ ഹ്യുണ്ടൈ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് അതിനാലും ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അത്യാവശ്യം ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് പുതിയ ക്രെറ്റയ്ക്ക് വരുന്നത്. അതും ഫ്ലാറ്റ് ബോട്ടമാണ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി, വളരെ ലൈറ്റാണ്. ഹൈ സ്പീഡിൽ അത്യാവശ്യം വെയിറ്റ് കയറുന്നുണ്ട്. നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. വളരെ ലൈറ്റാണ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു എഫേർട്ടും ഇല്ല. ഇത്രയും വലിയ വാഹനമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും മാനുവർ ചെയ്ത് കൊണ്ടുപോകാനും പിന്നെ ഈ ഒരു പാർക്കിംഗ് ക്യാമറയൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈറ്റ് പാർക്കിങ്ങിനൊക്കെ ആയാലും പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഉള്ള ഈ ഒരു ഫംഗ്ഷൻ ആയാലും അതൊക്കെ അങ്ങേയറ്റം ഉപകാരപ്പെടുന്ന കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് വരുന്നത്.
വെന്റിലേറ്റഡ് സീറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം അത്രത്തോളം ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി ക്രെറ്റ. മൈലേജ് കമ്പനി ഏകദേശം ക്ലെയിം ചെയ്യുന്നത് 17 കിലോമീറ്റർ ആണ്. എങ്കിലും നമ്മുടെ റിയൽ ലൈഫിൽ ഒരു 13-14 കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഫ്യൂവൽ എഫിഷ്യൻസി ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡീസലിലോട്ട് പോകാം. അത്യാവശ്യം നല്ല മൈലേജ് 20+ ഒക്കെയാണ് നമുക്ക് റിയൽ ലൈഫിൽ അതിന് മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള ഒരു CRDA എഞ്ചിനാണ് വരുന്നത് 1.5. അത് ഏകദേശം 115 PS 250 എന്നോളം ടോർക്കുമാണ് ആ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു ഡീസൽ ഓട്ടോമാറ്റിക്കും കൂടി ഉണ്ട്, അത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പിക്ക് ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് ആയിരിക്കും. എസ് ഓപ്ഷൻ എന്ന വേരിയൻറ്റ് അത് ഏകദേശം 21 ലക്ഷം രൂപ ഓൺ റോഡ് കിട്ടുന്നൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഓപ്ഷനിലോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു വിഷയമല്ല, പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ എങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വിത്ത് 1.5 ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനിലോട്ട് പോകുന്നത്. അപ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്, ധാരാളം വേരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ 13 ലക്ഷം രൂപ തുടങ്ങുന്ന ഓൺ റോഡ് പ്രൈസ് 14,90,000 രൂപ വരെ ഉണ്ട്. ഏകദേശം 25 ലക്ഷം രൂപ വരെ നീണ്ടു നിൽക്കുന്ന പല വേരിയൻസ് ആണ് ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിന്റെ പ്രധാന കോമ്പറ്റീറ്റർ ആയിട്ട് കാണാവുന്നത് കിയ സെൽറ്റോസ് തന്നെയാണ്. കാരണം ഇതേ എഞ്ചിനും ഇതേ പ്ലാറ്റ്ഫോം വെച്ച് വരുന്ന ആ വാഹനം നമുക്കുണ്ട്. പക്ഷേ സർവീസ് നെറ്റ്വർക്ക് കുറച്ചുകൂടി നോക്കാൻ നേരത്ത് ഹ്യുണ്ടായി ക്രെറ്റയാണ് കിയ സെൽറ്റോസിനും ഒരു പടി മേളിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഹ്യുണ്ടായി വാഹനങ്ങൾ സ്ഥിരമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുള്ളത് പോപ്പുലർ ഹ്യുണ്ടായി എന്നാണ്. കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലർഷിപ്പ് ആയിട്ടുള്ള പോപ്പുലർ ഹ്യുണ്ടായി നിരവധി സെയിൽസ് സെന്റേഴ്സും നിരവധി സർവീസ് സെന്റേഴ്സുമാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹ്യുണ്ടായി വാഹനം എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോപ്പുലർ ഹ്യുണ്ടായി ആയിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഇപ്പം ടെസ്റ്റ് ഡ്രൈവ് ആയിക്കോട്ടെ, ബുക്കിംഗ് ആയിക്കോട്ടെ, എന്ത് എൻക്വയറിക്കും നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.